രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ. നായഗാനങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 8-ാം അധ്യായത്തിൽ യേശു താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സകലരെയും വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ അവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യരായിരിക്കുമെന്നും അവർ അങ്ങനെ സത്യമറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യേശു പഠിപ്പിച്ചു. യേശു അവരെ ഉദ്ബോധിപ്പിച്ചു. 9-ാം അധ്യായത്തിൽ അന്ധന് കാഴ്ച നൽകിക്കൊണ്ട് താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ശാരീരികമായി കാഴ്ചയില്ലാത്ത ജന്മന അന്ധൻ ശാരീരികവും ആത്മീയവുമായി കാഴ്ചയുള്ളവനായിത്തീരുന്നു. എന്നാൽ കാഴ്ചയുണ്ടെന്ന് കരുതുന്ന, കാഴ്ചയുള്ളവരാണെന്ന് പറയുന്ന ഫരിസേയർ ആത്മീയമായി അന്ധരായിത്തീരുന്നു. ഇപ്രകാരമുള്ള ഒരു വൈരുദ്ധ്യാത്മകത, ഒരു വൈരുദ്ധ്യം ഈ 9-ാം അധ്യായത്തിൽ അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ വാക്കുകൾ അത് സ്ഥിരീകരിക്കുന്നു. 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? ജന്മന അന്ധനായി ജനിച്ചപ്പോൾ അപ്പോൾ അവൻ്റെ പാപം കൊണ്ടാകാൻ സാധ്യതയില്ല. ജനിച്ചപ്പോഴേ അവൻ അന്ധനായിരുന്നു, പിന്നെ അവൻ്റെ മാതാപിതാക്കളുടെ പാപമായിരിക്കും. പക്ഷേ യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. മനുഷ്യൻ്റെ ബലഹീനതയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ബലഹീനതയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. തനിക്ക് നൽകപ്പെട്ട ഒരു മുള്ളിനെ കുറിച്ച് കർത്താവിനോട് വിഷമം പ്രകടമാക്കിക്കൊണ്ട് പൗലോസ്ലീഹ കർത്താവിനോട് പറഞ്ഞു, ഈ മുള്ള് എന്നിൽ നിന്ന് ഒന്ന് മാറ്റിത്തരണമെന്ന്. 2 കൊരിന്ത്യോസ് 12:8-9 വാക്യങ്ങൾ വായിക്കുക. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്.
ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ നാം ബലഹീനരാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകും. കർത്താവിൻ്റെ കരുത്തുറ്റ കരത്തിൻ്റെ പ്രവൃത്തി പ്രകടമാക്കാനാണ് ഈ അന്ധനായി ജനിച്ചത് എന്നാണ് യേശു പറയുന്നത്. യേശുവിൻ്റെ സൗഖ്യദായകമായ പ്രവൃത്തികളും അവിടുത്തെ അടയാളങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനമായിട്ട്, ശക്തിയുടെ വെളിപ്പെടുത്തലായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടുമാണ് യേശു അവതരിപ്പിക്കുന്നത്. 4-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അതെന്താ യേശു അങ്ങനെ പറഞ്ഞ? നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് മനുഷ്യൻ സഹകരിക്കണം, ക്രിസ്തു ശിഷ്യർ സഹകരിക്കണം. യേശു വന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി മാത്രമാണ്. പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, യേശു വന്നത് ദൈവത്തിൻ്റെ വേല പൂർത്തിയാക്കാൻ വേണ്ടിയാണ്, അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. യേശു സ്വന്തം ഇഷ്ടം ഒരിക്കലും അന്വേഷിച്ചിരുന്നില്ല. എപ്പോഴും ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനാണ് യേശു മുൻഗണന നൽകിയിരുന്നത്. അവിടുത്തെ ഇഷ്ടം മാത്രം അവൻ പ്രവർത്തിച്ചു. പകലായിരിക്കുവോളം ചെയ്യുക. എന്താണ് ഈ പകലായിരിക്കുവോളം ചെയ്യുക എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ള സമയം. അത് ഇപ്പോൾ, ഈ സമയം, ഇന്ന്, ഈ മണിക്കൂർ, ഈ സമയം, ഇതാണ് രക്ഷാകര സമയം. ഇപ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ സമയം. ആ ദൈവത്തിൻ്റെ രക്ഷയുടെ സമയത്തെയാണ് പകലായിരിക്കുവോളം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി രക്ഷയുടെ ഈ സമയത്തിൽ നിർവഹിക്കപ്പെടണം. ഇതാണ് രക്ഷയുടെ സമയം, ഇന്നാണ് രക്ഷയുടെ സമയം. നാളെ രാത്രി വരുന്നു. കർത്താവ് പറഞ്ഞു, ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു, ശിക്ഷാവിധിയുടെ രാത്രി. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ സമയമാണ് പകൽ, ശിക്ഷാവിധിയുടെ സമയമാണ് രാത്രി. ഈ ലോകത്തിലായിരിക്കുവോളം യേശു ദൈവപിതാവിൻ്റെ ഇഷ്ടം നിവർത്തിയാക്കുന്നവരാണ്. അപ്പോൾ യേശു ഈ ലോകത്തിലായിരിക്കുവോളം അതാണ് യഥാർത്ഥത്തിൽ പകൽ, ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലിൻ്റെ സമയം. എന്നാൽ ആർക്കും ജോലി ചെയ്യാൻ സാധിക്കാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വീണ്ടും 8-ാം അധ്യായത്തിൽ ആവർത്തിച്ചു പറഞ്ഞതാണ്. ഇവിടെ അവിടുന്ന് വീണ്ടും എടുത്തു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. 2 അർത്ഥത്തിൽ യേശുവിന് ലോകത്തിൻ്റെ പ്രകാശമാകാം. ഒന്ന്, തന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തികൾ നിറവേറ്റുന്നത് കൊണ്ട്, തന്നെ അയച്ച പിതാവിൻ്റെ ജോലി ചെയ്യുന്നത് കൊണ്ട്. 2, ദൈവപിതാവ് നിശ്ചയിച്ച രക്ഷയുടെ സമയത്ത് അവിടുന്ന് ഇടപെടുന്നു. പകലായിരിക്കുവോളം പിതാവ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ആ സമയം മുഴുവനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തുടരുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലിൻ്റെ സമയത്ത് പിതാവ് തനിക്കായി നിശ്ചയിച്ച ഈ സമയം അവസാന നിമിഷം വരെ അവിടുന്ന് ലോകത്തിലായിരിക്കുവോളം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തുടരുന്നു. അതുകൊണ്ടാണ് യേശു ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി
ശീലോഹ അയക്കപ്പെട്ടവനെന്നർത്ഥം. നീ പോയി ശീലോഹ കുളത്തിൽ കഴുകുക. നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടി. ഇത് കൗദാശിക അടയാളത്തെ സൂചിപ്പിക്കുന്നതാണ്. സഭയിൽ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികൾ കൗദാശിക അടയാളങ്ങൾ വഴി നിർവഹിക്കപ്പെടുന്നത് നമുക്കറിയാം. മുൻകൈയെടുത്തത് ദൈവം തന്നെയാണ്. ഈ ജന്മന അന്ധൻ യേശുവിനോട് അപേക്ഷിച്ചില്ല തന്നെ സുഖപ്പെടുത്തണമെന്ന്. പക്ഷെ യേശുവാണ് ഇവിടെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഉടനെ അന്ധൻ്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് തെളിയിക്കുന്നു. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരികെ വന്നു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അഭിപ്രായം പറയാൻ നമ്മളെല്ലാവരും മിടുക്കരാ. ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാവുന്നവരെ പോലെ അഭിപ്രായം പറയും. എന്നാൽ ഇത് കേട്ട അന്ധൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി ശീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. പക്ഷെ ഇവിടെ അവൻ യേശുവിനെ അറിഞ്ഞില്ല, തിരിച്ചറിഞ്ഞില്ല. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. ഈ അന്ധൻ്റെ സൗഖ്യത്തിൽ തൽക്ഷണം സൗഖ്യം കിട്ടുകയല്ല. കർത്താവ് അവൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ശീലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അതനുസരിച്ച് അവൻ പോയി കഴുകിയപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. അപ്പോൾ ഈ അന്ധൻ്റെ സൗഖ്യത്തിൽ ഒരു പ്രോസസ് ഉണ്ട്, പല ഘട്ടങ്ങളുള്ള ഒരു പ്രോസസ്. ക്രമേണ അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അഥവാ കാഴ്ച ലഭിച്ചു. ഇവന് കാഴ്ച ലഭിച്ചെങ്കിലും അവൻ്റെ കാഴ്ച പൂർണ്ണമായിരുന്നില്ല. കാരണം ബാഹ്യമായ കാഴ്ച അവന് കിട്ടി, പക്ഷേ അവൻ്റെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെട്ടില്ല. യേശുവിനെ അവൻ കണ്ടില്ല. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ എന്നാണ് അന്ധൻ മനസ്സിലാക്കിയത്. 12 മുതലുള്ള വാക്യങ്ങൾ. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. അപ്പോൾ അന്ധൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. യേശു ആരെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടിയിട്ട് ശീലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എന്തിയെ? എനിക്കറിയില്ല. അവൻ ഉള്ള യാഥാർത്ഥ്യം തുറന്നു പറയുക, എനിക്കറിയില്ല. യേശുവിനെ കുറിച്ചുള്ള ഇവന്റെ അറിവ്, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അവനെവിടെ? അറിയില്ല. 13 മുതലുള്ള വാക്യങ്ങൾ. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമായിരുന്നു. ഇതാണ് ഇവർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇവര് അന്ധനെ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുപോയി. വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവനോട് നേരിട്ട് വീണ്ടും ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി, ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ആര്? നിന്നെ സുഖപ്പെടുത്തിയ ആ മനുഷ്യനുണ്ടല്ലോ, യേശു എന്ന് പേരുള്ള ആ മനുഷ്യൻ, അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. എന്തെന്നാൽ അവൻ സാബത്താചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യൻ എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുളവായി. ദൈവത്തിൽ നിന്നുള്ളവനല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും?
പാപിയായ മനുഷ്യൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഇങ്ങനെ അവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് അവർ വീണ്ടും ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണ്. ആദ്യം, ആരാണ് നിന്റെ കണ്ണ് തുറന്നത്? യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ പറയുകയാണ്, അവൻ ഒരു പ്രവാചകനാണ്. അപ്പോൾ വിശ്വാസത്തെ പ്രതി പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധികൾ ഓരോന്നും തരണം ചെയ്യുമ്പോൾ അവന്റെ വിശ്വാസം ഉറയ്ക്കുകയാണ്, അവന് വ്യക്തത ലഭിക്കുകയാണ്. അതല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്? 4 വശത്തു നിന്നും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവന്റെ വിശ്വാസം തളരേണ്ടതല്ലേ? പക്ഷേ അവന്റെ വിശ്വാസം ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുന്നത് വരെ അവർ അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല. കാരണം ഇവൻ യഥാർത്ഥത്തിൽ അന്ധനായിരുന്നോ എന്ന് അവന്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുന്നത് വരെ യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവന്റെ മാതാപിതാക്കൾ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിയില്ല. അവന് പ്രായമായല്ലോ, നിങ്ങൾ അവനോട് ചോദിച്ചാൽ മതിയല്ലോ. തുടർന്ന് 22-ാം വാക്യത്തിൽ പറയുന്നു, മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്നാരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കൾ ഇവനെങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചതെന്നും ആര് സുഖപ്പെടുത്തിയെന്നും ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറഞ്ഞത്. 24-ാം വാക്യത്തിൽ പറയുന്നു, അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. യഹൂദർ പറഞ്ഞു, ഇവനൊരു പാപിയാണ്, അതുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ അന്ധൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അപ്പോൾ അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അപ്പോൾ ആ അന്ധൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? നിങ്ങളും അവന്റെ ശിഷ്യരാകാൻ ഇച്ഛിച്ചിട്ടാണോ നിങ്ങളിത് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ യഹൂദര് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യരാണ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്, നീയാണ് അവന്റെ ശിഷ്യൻ. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അന്ധൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു, അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. യഹൂദർ പറഞ്ഞു അവൻ പാപിയാണെന്ന്, പക്ഷെ ഇവൻ പറയാണ് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അന്ധൻ പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. 32-ാം വാക്യത്തിൽ അന്ധൻ തുടർന്ന് പറയുന്നു, അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. അപ്പൊ എന്തൊരു ധൈര്യത്തോടെയാണ്
അവൻ ഈ യഹൂദ പ്രമാണികളോട് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം ചെയ്യുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. 33-ാം വാക്യത്തിൽ വീണ്ടും അവൻ ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലായിരുന്നെങ്കിൽ അവനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇവന്റെ വാക്കുകൾ കേട്ടിട്ട് യഹൂദർ പറയുകയാണ്, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവരുടെ അഹങ്കാരം നോക്കിയേ. തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി, സിനഗോഗിൽ നിന്ന് പുറത്താക്കി. 35 മുതലുള്ള വാക്യം അതുകൂടെ മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കാൻ കഴിയും. അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. സിനഗോഗിൽ നിന്ന് പുറത്താക്കിയെന്ന് യേശു അറിഞ്ഞു. യേശു അവനെ തേടിയെത്തി. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. സമരിയാക്കാരിക്ക് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അതുപോലെ ഇവിടെ നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. ഇത് കേട്ടപ്പോൾ ആ അന്ധൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. അവൻ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിനെ ആരാധിച്ചു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ സാഷ്ടാംഗം പ്രണമിച്ചു. അത് ആരാധനയുടെ പ്രകടനമാണ്, ആരാധനയാണത്. വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനെ സാഷ്ടാംഗം പ്രണമിക്കുന്നത് യഥാർത്ഥ ആരാധനയാണ്. അപ്പോൾ യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചല്ല, വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശു വന്നത് കാഴ്ചയില്ലാത്തവർ കാണാനും കാഴ്ചയുള്ളവർ അന്ധരായി തീരുവാനും വേണ്ടിയാണ്. എന്താണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? ശാരീരികമായി അന്ധനായിരുന്ന, ജന്മന അന്ധനായ മനുഷ്യൻ, കർത്താവ് അവന് ശാരീരിക കാഴ്ചയും നൽകി, ആത്മീയ അന്ധതയകറ്റി ആത്മീയ കാഴ്ചയും നൽകി. കർത്താവ് അവൻ്റെ ശാരീരിക അന്ധത അകറ്റി കാഴ്ച നൽകുകയും അവൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശാരീരിക അന്ധതയാണ് ആദ്യം മാറിയത്. 9-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ അന്ധന്റെ കണ്ണ് പടിപടിയായി തുറക്കുന്നത് വിവരിച്ചു. അവൻ കാഴ്ചയുള്ളവനായി. മറ്റുള്ളവർ അത് കണ്ട് അതിശയിക്കുകയും ചെയ്തു. നേരത്തെ അറിയാമായിരുന്നവര് ഇവന്റെ കണ്ണ് തുറന്നത് ആരെന്ന് അന്വേഷിച്ചു. ശാരീരികമായി അന്ധനായിരുന്ന മനുഷ്യന്റെ കണ്ണ് യേശു തുറന്നു. അത് അവനെ നേരത്തെ അറിയാമായിരുന്നവരെല്ലാം വിസ്മയത്തോടെ നോക്കാനിടയായി. യേശുവിനെ അവൻ അറിയില്ല, യേശു എന്ന ഒരു മനുഷ്യൻ. അത് കഴിഞ്ഞ് അവൻ ഒരു പ്രവാചകൻ. പക്ഷേ എങ്കിലും അവൻ യേശുവിനെ ശരിക്കറിയില്ല. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു, അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ആദ്യം യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ, അത് കഴിഞ്ഞ് പ്രവാചകൻ, അത് കഴിഞ്ഞ് ദൈവത്തിൽ നിന്നുള്ളവൻ. അവൻ വിശ്വാസം ഏറ്റു പറയുന്നതിൽ വന്ന വളർച്ച നോക്കുക. അതും കഴിഞ്ഞ് യേശു അവനെ കണ്ടുമുട്ടിയപ്പോൾ, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്?
നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അപ്പോൾ ജന്മന അന്ധന്റെ കണ്ണുകൾ യേശുവിൻ്റെ ദൈവത്വത്തിലേക്ക് തുറക്കപ്പെട്ടു. യേശുവാണ് അവൻ്റെ കണ്ണുകൾ തുറന്നതെന്ന്. മനുഷ്യപുത്രൻ യേശുവിൻ്റെ ആധികാരികത വെളിപ്പെടുത്തുന്ന പേരാണല്ലോ. യേശു ചോദിച്ചത്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവനെന്ന് പറഞ്ഞപ്പോൾ അവൻ കർത്താവിനെ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചു. ഇവിടെയാണ് അവൻ്റെ ആന്തരിക കണ്ണുകൾ യേശുവിൻ്റെ ദൈവത്വത്തിലേക്ക് തുറക്കപ്പെട്ടത്. അവൻ്റെ ആന്തരിക കണ്ണുകൾ ദൈവത്വത്തിലേക്ക് തുറക്കപ്പെട്ടു. അപ്പം അവൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ച വ്യക്തമായില്ലേ? യേശു അവൻ്റെ കണ്ണുകൾ തുറന്നു. യേശുവിനെ അവൻ തിരിച്ചറിഞ്ഞു. ആദ്യം കണ്ണ് തുറന്നെങ്കിലും യേശുവിനെ തിരിച്ചറിഞ്ഞില്ല, കണ്ടുപോലുമില്ല. അപ്പൊ ശാരീരിക കാഴ്ച കൊണ്ട് യേശുവിനെ കാണാൻ പറ്റില്ല. യേശുവിനെ വെറും മാനുഷിക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇവിടെ അന്ധർ ശാരീരികമായും ആത്മീയമായും കാഴ്ചയുള്ളവരായി തീരുകയാണ്. യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നതെന്ന്. കാഴ്ചയില്ലാത്തവർ കാണും, കാഴ്ചയുള്ളവർ അന്ധരായിത്തീരും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്വയം തങ്ങളുടെ കുറവ്, തങ്ങളുടെ അവിശ്വാസം ഏറ്റു പറയുന്നവരുടെ കണ്ണുകൾ കർത്താവ് തുറക്കുകയാണ്. അവൻ്റെ ബാഹ്യനേത്രങ്ങൾ മാത്രമല്ല, അവൻ്റെ ആന്തരിക നേത്രങ്ങളും കർത്താവ് തുറന്നു കൊടുത്തു. അവൻ ഒരേ സമയം ബാഹ്യനേത്രങ്ങളും ആന്തരിക നേത്രങ്ങളും തുറക്കപ്പെട്ടവനായി മാറി. എന്നാൽ കാഴ്ചയുള്ളവർ അന്ധരായിത്തീരും. അതിന് വിശദീകരണം തൊട്ട് താഴെയുള്ള വാക്യങ്ങളിലുണ്ട്. 40-41 വാക്യങ്ങൾ. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. കാഴ്ചയുള്ളവരെന്നാണ്, ദൈവത്തെ നന്നായിട്ട് അറിയാവുന്നവരെന്നാണ് അവർ സ്വയം അഹങ്കരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കാഴ്ചയുണ്ടെന്ന് പറയുന്നവർ, കാഴ്ചയുണ്ടെന്ന് ധരിക്കുന്നവർ അന്ധരായിത്തീരുന്നു. പക്ഷേ തങ്ങളുടെ അന്ധത, അറിവില്ലായ്മ വിനയത്തോടെ ഏറ്റു പറയുന്നവർക്ക് കർത്താവ് ശാരീരികവും ആത്മീയവുമായ കാഴ്ച നൽകുകയാണ്. കാഴ്ചയുണ്ടെന്ന് അവകാശപ്പെടുന്നവർക്കോ, കാഴ്ചയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഫരിസേയരോ ആത്മീയമായി അന്ധരാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇവിടെ. ഫരിസേയര് കണ്ണുകൾ മൂടപ്പെട്ടവർ, അവർ അന്ധരാണ്. എന്നാൽ ജന്മന അന്ധന്റെ കണ്ണ് കർത്താവ് തുറന്നുകൊണ്ട് കാഴ്ചയില്ലെന്ന്, അറിയില്ലെന്ന് വിനയത്തോടെ അംഗീകരിക്കുന്നവർ, കർത്താവിൻ്റെ പക്കലേക്ക് വിശ്വാസത്തോടെ സമീപിക്കുന്നവർക്ക് കർത്താവ് കാഴ്ച നൽകും. എന്നാൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള അറിവും കൂടെ കർത്താവ് എടുത്തു മാറ്റും. അതാണ് അന്ധരാക്കും എന്ന് പറയുന്നത്. ഞങ്ങൾ കാണുന്നെന്നവർ പറയുന്നു, കാരണം അവർക്കെല്ലാം അറിയാമെന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം എന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ടാണ് യേശുവിനെ അവൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അന്ധൻ പറയുക, പക്ഷേ ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് നമുക്കറിയാം. ആരും ഇന്നുവരെ അന്ധനായി പിറന്ന ഒരുവന്റെ കണ്ണ് തുറന്ന് നമ്മൾ കേട്ടിട്ടില്ല. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കില്ല. ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നവർ, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അവൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ഇത്രയും അവൻ വിശദീകരണം ആരോടാ പറയുന്നത്? ഫരിസേയരും നിയമജ്ഞരുമായ യഹൂദ പ്രമാണികളോടാണ് ഇവൻ പറയുന്നത്. അപ്പോഴാണ് തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. എന്തൊരു അഹങ്കാരമെന്ന് നോക്കിയേ. നമ്മൾ വിചാരിക്കും നമുക്കാണ് എല്ലാം അറിയാവുന്നത്.
ചിലപ്പോഴൊക്കെ ചിലരുടെയെങ്കിലും മനോഭാവങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ എല്ലാം അറിയാം എന്ന ധാരണ. പക്ഷേ മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ലെന്നാണ് അവരുടെ ധാരണ. എന്നാൽ എളിയവർക്കായിരിക്കും ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എളിയ ഹൃദയങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക, വിനയാന്വിതരായി ദൈവത്തെ തേടുക. നമ്മുടെ അറിവില്ലായ്മ, കുറവ് ദൈവത്തിൻ്റെ തിരുമുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് വിനയാന്വിതരായി, ദൈവമേ നിന്നെ കാണുവാൻ ഞങ്ങളുടെ നയനങ്ങൾ ഒന്ന് തുറന്നു തരണമേ, ആത്മീയമായ ഞങ്ങളുടെ അന്ധത മാറ്റിത്തരണമേ. വ്യക്തിപരമായി തമ്പുരാനോട് പ്രാർത്ഥിക്കണം, നാഥ എൻ്റെ ആത്മീയ അന്ധത മാറ്റി നിന്റെ തിരുമുഖം ഒന്ന് ദർശിക്കുവാൻ തക്ക വിധം എൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നു തരണമേ എന്ന് നാഥനോട് പ്രാർത്ഥിക്കണം. ഈ ജന്മന അന്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അന്ധത ദൈവത്തിൻ്റെ കരുത്തുറ്റ കരത്തിൻ്റെ പ്രവൃത്തി അവൻ കാണുന്നതിനും, യേശുവിൻ്റെ ദൈവത്വം ദർശിക്കുന്നതിന്, യേശുവിനെ തിരിച്ചറിയുന്നതിന്, അവൻ്റെ ആന്തരിക നയനങ്ങൾ തുറക്കുന്നതിനും, രക്ഷയുടെ അനുഭവത്തിലേക്ക് അവൻ വരുന്നതിനും ഇടയായി. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു. ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു. ആദ്യം അവൻ തൻ്റെ അജ്ഞത മനസ്സിലാക്കി, അറിവില്ലായ്മ. അത് കഴിഞ്ഞ് അവൻ്റെ കണ്ണുകൾ പതുക്കെ പതുക്കെ തുറക്കാൻ തുടങ്ങി. യേശു ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് മനസ്സിലാക്കി. അടുത്തേശു തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മനുഷ്യപുത്രൻ, നീ അവനെ കണ്ടു കഴിഞ്ഞു. ഈ അന്ധന്റെ കണ്ണു തുറക്കുന്നത് ആദ്യം പടിപടിയായിട്ടാണെങ്കിലും ഇവിടെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് യേശു തമ്പുരാനാണ്. അവൻ കർത്താവിൻ്റെ പുറകെ എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞു പോയില്ല. അവനത് അർഹിക്കുന്നെന്ന് പോലും, ആഗ്രഹിക്കാവുന്നതാണെന്ന് പോലും അവൻ ചിന്തിച്ചില്ല. അവൻ ഭിക്ഷ യാചിച്ച് അനുദിനം ഉപജീവനം കഴിക്കുകയായിരുന്നു. യേശുവിനെ കാണാൻ ആഗ്രഹിക്കാമെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. യേശുവിനെ അവൻ അറിഞ്ഞിരുന്നതും വെറും ഒരു മനുഷ്യൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ. അവൻ അപേക്ഷിക്കാതെ അവൻ്റെ ബലഹീനതയിൽ ശക്തി പകർന്ന് അവൻ്റെ ബാഹ്യനേത്രങ്ങൾക്കും കാഴ്ച നൽകി ആന്തരിക നേത്രങ്ങളും തുറന്നുകൊടുത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇതാണ് യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി. അവിടുത്തെ രക്ഷാകര ഇടപെടലുകൾ ദർശിക്കാൻ, പടിപടിയായി വിശ്വാസത്തിൽ വളരാൻ, ശാരീരികമായും ആത്മീയമായും ഈ മനുഷ്യന് സൗഖ്യം ലഭിച്ചു. ദൈവത്തെ അവൻ മുഖാമുഖം ദർശിച്ചു. വിശ്വാസം ഏറ്റുപറഞ്ഞ് ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ചു. എതിർപ്പും പ്രതിസന്ധിയും വന്നപ്പോഴെല്ലാം അല്പം പോലും പതറാതെ അവൻ ഏറ്റുപറഞ്ഞു യേശുവിൻ്റെ ദൈവത്വത്തെ. പ്രതിസന്ധി വരുംതോറും അവൻ യേശുവിനെ കൂടുതൽ അറിയുകയായിരുന്നു. അതാണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. പൗലോസ്ലീഹ പറയുന്നത് പോലെ 2 കൊരിന്ത്യർ 12:8-9 വാക്യങ്ങൾ കർത്താവ് പൗലോസ്ലീഹായോട് പറഞ്ഞതും അത് തന്നെയാണ്. ഈ മുള്ള് എന്നിൽ നിന്ന് എടുത്തു മാറ്റി തരണമെന്ന് 3 പ്രാവശ്യം ഞാൻ അപേക്ഷിച്ചു, നിനക്കെൻ്റെ കൃപ മതി. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായും നമ്മിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ വിനയത്തോടെ തമ്പുരാന്റെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട്, ബലഹീനതയിൽ ശക്തി പകരുന്ന നല്ല നാഥ, നിന്റെ കൃപയാൽ എൻ്റെ ബലഹീനതകളെ അതിജീവിക്കാനും നിന്നെ ദർശിക്കാനും തക്ക വിധം എൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നു തരണമേ. എൻ്റെ അജ്ഞത അകറ്റണം, അറിവ് പകരണം. നിന്റെ കൃപയാൽ എൻ്റെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ട് നിന്നെ ദർശിക്കാൻ, യേശുവിനെ സത്യത്തിൽ ഏറ്റുപറയേണ്ട അവസരങ്ങളിൽ ഏറ്റുപറയാതിരിക്കുന്നത് തള്ളിപ്പറയുന്നതിന് തുല്യമാണ്.
പക്ഷേ ആ അന്ധൻ, അവനെ അവർക്ക് വേണമെങ്കിൽ കൊല്ലാമായി, എന്ത് വേണോ ചെയ്യാം, അവനൊന്നും ഭയന്നില്ല. അവൻ ആന്തരികമായ ആ കർത്താവുമായുള്ള എൻകൗണ്ടറിൽ നിന്ന് ലഭിച്ച ശക്തിയാണ്. കർത്താവുമായുള്ള എൻകൗണ്ടറിൽ നിന്ന് അവന് ലഭിച്ച ശക്തി. ചുരുക്കത്തിൽ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നവർ കൂടുതൽ കൂടുതൽ ജ്ഞാനികളായി മാറും. അവരുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടും. പക്ഷേ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയാതെ അഹങ്കാരത്തോടെ നിൽക്കുന്നവർ, തുറവിയില്ലാത്തവർക്ക് ഉള്ള വെളിച്ചവും കൂടെ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. ആ അന്ധൻ്റെ തുറവി നോക്കിയേ, സത്യത്തോടുള്ള അവൻ്റെ തുറവി. ആദ്യം അവൻ്റെ വിനയം, എളിമയോടെ അവൻ്റെ അറിവില്ലായ്മ ഏറ്റുപറഞ്ഞു. സത്യം വെളിപ്പെട്ടപ്പോൾ തുറവിയോടെ അത് സ്വീകരിച്ചു, സത്യത്തോടുള്ള തുറവി. എന്നാൽ ഫരിസയരോ, അവർക്ക് സത്യത്തോട് അല്പം പോലും തുറവിയില്ല. അവരുടെ അജ്ഞതയുടെ തലത്തിൽ നിന്ന് അവർ അറിവുള്ളവരാണ്, കണ്ണുകൾ കാണുന്നവരാണെന്ന് പറഞ്ഞു അന്ധരാണെന്ന് അവരറിഞ്ഞില്ല. പക്ഷേ കർത്താവ് തൻ്റെ കുറവ് അംഗീകരിച്ച അന്ധന് കാഴ്ച നൽകി. മറ്റവരന്ധരായി, ആത്മീയമായി അന്ധരായി തീർന്നു. വിശ്വാസത്തിലുള്ള പടിപടിയായുള്ള വളർച്ചയും സത്യത്തോടുള്ള തുറവിയും, അങ്ങനെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടവരായി ക്രിസ്തു രഹസ്യത്തിലേക്ക് കണ്ണുകൾ തുറക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സത്യത്തോട് തുറവിയുള്ളവരായി വിശ്വാസപൂർവം സത്യത്തെ ആശ്ലേഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടവരായി നിന്റെ മഹത്വം ദർശിക്കുവാനും ആത്മീയ ചൈതന്യത്തോടെ നിന്നെ സാക്ഷ്യപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിരന്തരം ഈ ചിന്തകൾ ധ്യാനിച്ച് പ്രാർത്ഥന നിരതരായി ആത്മീയ നയനങ്ങൾ തുറക്കപ്പെട്ടവരായി ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ. നമുക്ക് ആഗ്രഹിക്കാൻ പോലും അർഹതയില്ലാത്ത മഹാദാനമാണ് ദൈവം നമുക്കായി വച്ചു നീട്ടുന്നത്. ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും ഗ്രഹിക്കാൻ തക്ക വിധം ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടാൻ യേശുവിനെ സമീപിക്കുവാൻ യേശു നമ്മെ വിളിക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ അവൻ്റെ വിളി കേട്ട് നമുക്ക് അവനിലേക്ക് തിരിയാം. നമ്മുടെ ആന്തരിക നയനങ്ങൾ അവിടുത്തെ ദൈവത്വത്തിലേക്ക് തുറക്കപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.